നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ആദ്യ കേരള മുഖ്യമന്ത്രിയായി VD സതീശൻ. ജനസാഗരത്തെ സാക്ഷിയാക്കി മുഖ്യമന്ത്രിയുടെ ക്ഷേത്ര ദർശനം. വെണ്ണതുലാഭാരവും തൃപ്രയാറിലെ മീനൂട്ടും വഴിപാടുകൾക്കും പുറമെ സതീശനായി കോൺഗ്രസ് നേതാവിന്റെ ശയന പ്രദക്ഷിണവും. മന്ത്രി അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ വലിയ നിര. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ശക്തമായ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്നും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമെന്നും KC വേണുഗോപാൽ. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോടുമില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. പാർട്ടിയിലെ വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തെയും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും മണ്ഡലം കമ്മിറ്റി നേതൃത്വം സംരക്ഷിക്കുകയാണെന്നാരോപിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണ് അപകടം. മരക്കൊമ്പ് കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത് ഡാഷ്ബോർഡിൽ തറച്ചുകയറി. കാറിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേഖലയിൽ റോഡിന്റെ വശങ്ങളിലുള്ള കൂറ്റൻ പാഴ്മരങ്ങൾ വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ VD സതീശൻ ഗുരുവായൂരപ്പനെ തൊഴുത് ദർശന സായുജ്യം നേടി. ആഘോഷങ്ങളോ കടുത്ത സുരക്ഷാ വലയങ്ങളോ ഇല്ലാതെ തികച്ചും സാധാരണക്കാരനായാണ് മുഖ്യമന്ത്രി ക്ഷേത്രനടയിൽ തിങ്ങി നിറഞ്ഞ ഭക്തർക്കിടയിലേക്ക് എത്തിയത്. രാവിലെ 6:40 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ ശേഷം തെക്കേ നടപ്പുരയിലൂടെ നടന്നാണ് കിഴക്കേ ഗോപുരത്തിന് മുന്നിലെത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. താലികെട്ട് കഴിഞ്ഞെങ്കിലും വധൂവരന്മാരെ ആശീർവദിച്ചും ഫോട്ടോ എടുത്തും അവർക്കൊപ്പം 10 മിനിറ്റ് ചെലവഴിച്ചു. 6:50 ക്ഷേത്രത്തിലേക്ക് കടന്നു. കിഴക്കേ ഗോപുര കവാടത്തിലെ മെറ്റൽ ഡിറ്റക്ടറിന് മുന്നിൽ വെച്ച് ഷർട്ടൂരി കസവ് വേഷ്ടിയണിഞ്ഞു. ക്ഷേത്രത്തിൽ ശീവേലി സമയമായിരുന്നു. സോപാനത്തിന് മുന്നിൽ വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്നും പ്രസാദം വാങ്ങിയ ശേഷം വെണ്ണ കൊണ്ടും ക്ഷേത്രത്തിലെ പൂജയ്ക്കുപയോഗിക്കുന്ന മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാര വഴിപാട് നടത്തി. 71 കിലോഗ്രാം ദ്രവ്യങ്ങളാണ് ഇതിനായി വേണ്ടിവന്നത്. തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത് പുറത്തിറങ്ങിയ അദ്ദേഹം ഓഫീസ് കാര്യാലയ ഗണപതിക്ക് നാളികേരവും ഉടച്ചു. അവധി ദിവസമായതിനാൽ VIP ദർശനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നതിനെ തുടർന്ന് സാധാരണ ഭക്തരെ പോലെ നെയ്വിളക്ക് ഷീട്ടാക്കിയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി TK ഗോപാലകൃഷ്ണൻ 4500 രൂപ അടച്ചാണ് നെയ്വിളക്ക് ഷീട്ടാക്കിയത്. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ ദർശനം ശീലമാക്കിയ ഭക്തൻ കൂടിയാണ് VD സതീശൻ. സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും തനിക്ക് ചുറ്റും വലയം തീർക്കാൻ ശ്രമിച്ചപ്പോൾ ഭക്തരെ ബുദ്ധിമുട്ടിക്കണോ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു ചോദിച്ചു. എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് മുഖ്യമന്ത്രിയെ വരവേറ്റത്. തനിക്കരികിലേക്ക് എത്തിയവർക്ക് ഹസ്തദാനം നൽകിയും ചേർത്ത് നിർത്തി കുശലം പറഞ്ഞും സെൽഫികൾക്ക് പോസ്റ്റ് ചെയ്തും തികച്ചും ജനകീയനായ ഭരണാധികാരിയുടെ ഭാവത്തിലായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ പൊന്നാടണിയിച്ച് സ്വീകരിച്ചു. കെ കരുണാകരനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകൻ ഡോക്ടർ അർജുൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മലപ്പുറം സ്വദേശിനി ഡോക്ടർ നിരോക്ഷയാണ് വധു. ഇന്ന് രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നട തുറന്നയുടനെയായിരുന്നു താലികെട്ട്. AP അനിൽകുമാർ പുതിയ UDF മന്ത്രിസഭയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച തികയുന്നതിനിടയിലാണ് മകന്റെ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ റോജി M ജോൺ, VE അബ്ദുൾ ഗഫൂർ, KA തുളസി, M ലിജു, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, MP മാരായ ഹൈബി ഈഡൻ, VK ശ്രീകണ്ഠൻ, MLA മാരായ രമേശ് പിഷാരടി, NK അക്ബർ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, IC ബാലകൃഷ്ണൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ നവദമ്പതികൾക്ക് ആശംസകൾ നേരാനെത്തിയിരുന്നു. താലികെട്ടിനു ശേഷം ഹോട്ടൽ ഗോകുലം പാർക്കിൽ വിവാഹ വിരുന്നു സൽക്കാരവും ഒരുക്കിയിരുന്നു.
രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ശക്തമായ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഇപ്പോൾ പ്രകടമാകുന്നത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട യുവജന രോഷമാണ്. ഇത്തരം പ്രതിഷേധങ്ങളെയും ആശയങ്ങളെയും പോസിറ്റീവായി എടുത്ത് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള അടിയന്തര വിഷയങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. അതിനെയെല്ലാം അടിച്ചമർത്താനാണ് കേന്ദ്രം ഭരിക്കുന്നവരുടെ ഭാവമെങ്കിൽ അത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യം ഇതുപോലെ ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം ഓരോ ദിവസം കഴിയുന്നതും താങ്ങാവുന്ന അപ്പുറത്തേക്കാണ് പോകുന്നത്. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളും ഇല്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്? അതല്ലേ നടക്കേണ്ടതും. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പൊ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ എന്ത് നടപടിയാണ് ഇവർ എടുത്തിരിക്കുന്നത്? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എല്ലാ MSMEയും തകർക്കുക, എല്ലാ തൊഴിലവസരങ്ങളെയും ഇല്ലാതാക്കുക, അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ ഉണ്ടാക്കി എങ്ങനെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കുക. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാണ് വേണ്ടത് ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില പ്രതിദിനം കുതിച്ചുയരുകയാണ്. വരാനിരിക്കുന്ന കാലം അതീവ ദുഷ്കരമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ യാതൊരുവിധ തയ്യാറെടുപ്പുകളുമില്ലാതെ ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏർപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പ്രധാനമന്ത്രി മുൻകൈ എടുക്കേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ല. ഇന്ധന വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ഒന്നിരുന്ന് ചിന്തിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല. അദ്ദേഹം ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തിന് ഒരു ഫലവുമില്ല. രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഇവിടെയൊരു സർക്കാർ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് വളരെ വളരെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോഴും ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഇത് നമ്മൾ കഴിഞ്ഞ കുറെ നാളിലായിട്ട് പറയാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞ സമയത്തും നമ്മുടെ പെട്രോളിന്റെയും ഡീസലിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാര മാർഗം? ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ, ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അവർ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. എന്ത് കാര്യമാണ് അതിലൂടെ കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാനില്ല. ഇതിനകത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ ഒരു ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. CJP മൂവ്മെന്റിനെതിരെയുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെ കൃത്യമായി മാനിച്ചു മുന്നോട്ടു പോയാൽ രാജ്യത്ത് നിലവിലുള്ള ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാവുന്നതേയുള്ളൂവെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. നാട്ടിൽ മൂവ്മെന്റുകൾ ഉണ്ടാകുന്നത് വിഷുവിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ ആ മൂവ്മെന്റുകളെ പാർട്ടിയോ എന്നതിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കാം. മൂവ്മെന്റുകൾ ചെറുപ്പക്കാരുടെ വികാരം, ആ ചെറുപ്പക്കാരുടെ വികാരം മാനിക്കുന്ന ഒരു സർക്കാരിന്റെ കടമയാണ്. ആ സർക്കാർ ചെറുപ്പക്കാരുടെ വികാരം മാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ അതിനെ ഉരുക്കുമുട്ടി ഉപയോഗിച്ച് നേരിട്ടാൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കത്തേ ഉള്ളൂ. അക്കിക്കാവിൽ കാറിന് പിറകിൽ മറ്റൊരു കാറിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാവിലെയാണ് അക്കിക്കാവ് ജംഗ്ഷനിൽ കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറിന് പിറകിൽ മറ്റൊരു കാറിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുന്നിൽ പോയിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ പെട്ടെന്ന് ബ്രേക്കിട്ടതാണ് അപകടത്തിനിടയാക്കിയത്. തിരക്കേറിയ പാതയിൽ അക്കിക്കാവ് സെന്ററിലെ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കാത്തതും അപകടങ്ങൾ പെരുകുന്നതിന് കാരണമാകുന്നുണ്ട്. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് എരുമപ്പെട്ടി ചിറ്റണ്ട ബ്രാഞ്ചിലും കൂട്ടരാജിയുണ്ടായിരുന്നു. CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവുമായ KK ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി KG സുധാകരൻ, ബ്രാഞ്ച് മെമ്പർമാരായ PA ശ്രീധരൻ, KK വേലായുധൻ, KK സുബീഷ്, OR സന്തോഷ്, PA പ്രകാശൻ, ഗിരിജ സുരേന്ദ്രൻ, ഗീത ശശി, ശോഭന വേലായുധൻ, OS സൂരജ് എന്നീ 11 പേരാണ് പാർട്ടി ഉപേക്ഷിച്ചത്. പാർട്ടിയിലെ വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തിനെയും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും മണ്ഡലം കമ്മിറ്റി നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചാണ് മണ്ഡലത്തിലെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം മണ്ഡലം സെക്രട്ടറിയുമായ വനിതാ നേതാവിന് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടും നടപടിയെടുക്കുവാൻ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിനുപകരം പരാതിക്കാരിയായ മഹിളാ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ്
നടപടിയാണ് ഉണ്ടായത്. സംഭവം നടന്ന ഉടൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ നേതാവിനെ സംരക്ഷിക്കുവാനാണ് നേതൃത്വം ശ്രമിച്ചതെന്നും ഇവർ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയിലെ ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഷക്കീർ ഉൾപ്പെടെ ചിറ്റണ്ട ബ്രാഞ്ചിലെ 12 പേർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു. അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ട് വലിയൊരു വിഷയമാക്കി കുറച്ച് ആൾക്കാരെ തരുന്നു. ഒരാളുടെ മുകളിൽ പരാതി വന്ന അയാളെ കുറിച്ച് അന്വേഷിക്കാതെ അയാളെ മുകളിലേക്ക് കയറ്റി മറ്റൊരു തരം താത്ത പറഞ്ഞാൽ നമ്മൾ CPIയുടെ മെമ്പർമാർ കടങ്ങോട് ബ്രാഞ്ച് പുതുക്കാൻ തയ്യാറല്ല, രാജിവെക്കുകയാണ്. ഞങ്ങളൊരു 15 ആളുടെ അടുത്തേക്ക് രാജിയുണ്ട്. അതിൻ്റെ പിന്നിലെ ഞങ്ങളൊരു പാർട്ടിയെ തോൽപ്പിക്കാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. പാർട്ടി ശരിക്കും അത് പരിശോധിച്ചിട്ട് സമ്മേളനത്തിൽ നടന്ന സംഭവം അവരെല്ലാവരെയും പുറത്താക്കുക, തരം താത്തുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് 4 ആൾക്ക് നീതിയില്ല, ഒരാൾക്ക് മാത്രം നീതി വരുന്നത് അത് തെറ്റായിട്ടൊന്നും അയാൾ കണ്ടുകൊണ്ടാണ് നമ്മൾ രാജിവെക്കാൻ തയ്യാറാവണം എല്ലാവരും. അത് പീഡനം നടത്തുന്ന ആൾക്കാരെ സംരക്ഷിക്കലാണ് പാർട്ടിയുടെ മെയിനായിട്ടുള്ള ജോലി എന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്ത്രീക്ക് നീതി കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് നീതി കിട്ടിയതിന് പീഡിപ്പിച്ച ആളുടെ പേരിൽ CPIയുടെ വലിയൊരു മെമ്പറാണ്. 2 ആൾക്ക് വേണ്ടിയിട്ടാണ് CPI എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കടങ്ങോട് മുൻ ലോക്കൽ സെക്രട്ടറി ഫണ്ട് തിരിമറി നടത്തിയെന്നും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ഈ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്ന ശക്തമായ നിലപാട് സ്വീകരിച്ച മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ OK ശശി, ES മുരളി എന്നിവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. CPI കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM മണികണ്ഠൻ, കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്താർ നീണ്ടൂർ എന്നിവരെ പ്രതികാര നടപടിയുടെ ഭാഗമായി പാർട്ടി തൽസ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ ഇത്തരം നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കുമെന്നും സൂചനയുണ്ട്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണ അപകടം. മരക്കൊമ്പ് കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത് ഡാഷ്ബോർഡിൽ തറച്ചുകയറി. കാറിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൂണ്ടൽ പാലത്തിന് സമീപം റോഡിനോട് ചേർന്ന് നിന്നിരുന്ന കൂറ്റൻ പാഴ്മരത്തിന്റെ കൊമ്പാണ് കാറിന്റെ മുകളിലേക്ക് വീണ് ചില്ല് തകർത്ത് ഡാഷ്ബോർഡിൽ തുളച്ചുകയറിയത്. കണ്ടെയ്നർ ലോറി തട്ടി പൊട്ടി നിന്നിരുന്ന കൊമ്പാണ് കാറിന്റെ ചില്ലിന് മുകളിലേക്ക് പതിച്ചത്. തൃശൂർ ഭാഗത്തുനിന്നും കുന്നംകുളം കാണിപ്പയ്യൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഊബർ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിന്റെ മുൻഭാഗത്ത് ഡ്രൈവറെ കൂടാതെ യാത്രക്കാരനുമുണ്ടായിരുന്നു. മരക്കൊമ്പ് ഡാഷ്ബോർഡിൽ തറച്ചു നിന്നതിനാലും അപകടത്തെ തുടർന്ന് ഡ്രൈവർക്ക് വാഹനം നിയന്ത്രിച്ച് നിർത്താനായതും വൻ ഒഴിവാക്കി. പിന്നീട് വാഹനം സ്ഥലത്തുനിന്ന് മാറ്റി. മേഖലയിൽ രാവിലെ മുതൽ ശക്തമായ കാറ്റും മഴയുമുണ്ടായിരുന്നു. ചൂണ്ടൽ മേഖലയിൽ റോഡിന്റെ വശങ്ങളിലുള്ള കൂറ്റൻ പാഴ്മരങ്ങൾ വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പല മരങ്ങളിലും വലിയ ശിഖരങ്ങൾ ഉണങ്ങിയ നിലയിലാണ്. ഇത്തരത്തിലുള്ള കൊമ്പുകൾ കണ്ടെയ്നർ പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ തട്ടുന്നതിനെ തുടർന്ന് റോഡിലേക്ക് പൊട്ടി വീഴുന്നതും പതിവാണ്. തൃശൂർ കുന്നംകുളം റോഡിൽ ചൂണ്ടൽ വില്ലേജിന് സമീപം മുമ്പ് മരക്കൊമ്പ് പൊട്ടി വീണ് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ചാവക്കാട് ദേശീയപാത 66 മണത്തലയിൽ അപകടക്കെണിയായി സർവീസ് റോഡിലെ വൻ ഗർത്തങ്ങൾ. ഇരുചക്ര വാഹനയാത്രികർ ദുരിതത്തിൽ. മണത്തല ജുമാത്ത് പള്ളിക്ക് വടക്ക് സർവീസ് റോഡിലാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ചില കുഴികൾ വലിയ ഗർത്തങ്ങളായി മാറിയിട്ടുണ്ട്. മഴ കനത്തതോടെ കുഴികൾ വെള്ളത്താൽ മൂടി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതിൽ വീണ് ഇരുചക്ര യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നിരവധി പേർക്ക് അപകടങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. ദേശീയപാത കരാർ കമ്പനി അധികൃതരോട് നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴ കനത്താൽ സമീപത്തെ വീടുകളിൽ ചെളിവെള്ളം നിറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു. മനുഷ്യജീവന് ഭീഷണിയാവുന്ന ഇത്തരം കുഴികൾ തൂർത്ത് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചെറിയൊരു മഴയുടെ വെള്ളക്കെട്ടിൽ ആണ് ഇത്രയും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ 2 ദിവസമായിട്ട് അനേകം ബൈക്കുകൾ, പ്രത്യേകിച്ച് ഫാമിലി, ഇപ്പോൾ പകലാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ വിഷ്വലാണ്, രാത്രിയിൽ കാണാതെ കുഴിയിൽ വീണിട്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. മാത്രമല്ല ഒരു ചെറിയ മഴക്ക് പോലും ഈ പ്രദേശത്ത് മൊത്തം വെള്ളം കയറിയിട്ട് വീടിൻ്റെ ഉള്ളിലേക്കെല്ലാം വെള്ളം എടുത്ത ഒരു അവസ്ഥയുള്ളത്. ഇത് അധികൃതരുടെ അനാസ്ഥയാണോ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനൊരു നടപടി ഉണ്ടാവണോ എന്നുള്ളൊരു നാട്ടുകാരനെന്നുള്ള നിലയ്ക്ക് ഒരു അഭ്യർത്ഥന ഉണ്ട്. മഴ കനത്തതോടെ തിരുവത്ര അത്താണി മേഖലയിൽ ദേശീയപാതയ്ക്കരികിലെ വീടുകൾ വെള്ളക്കെട്ടിൽ അകപ്പെടുന്നു. അത്താണി ഷൺമുഖൻ റോഡ്, അത്താണി സ്ട്രീറ്റ് റോഡ് തുടങ്ങി റോഡുകളിലും പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സ്ഥിതിയാണ്.
ദേശീയപാത സർവീസ് റോഡിലെ കാനയിൽ നിന്ന് ശക്തമായ രീതിയിൽ മുകളിലേക്ക് വെള്ളം തള്ളുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ പ്രദേശവാസികൾ നിരന്തരമായി പ്രതിഷേധം നടത്തുകയും തഹസീൽദാർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. എങ്കിലും യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ദേശീയപാത അധികൃതർ ഇവിടുത്തെ വെള്ളം ഒഴുക്കിവിടാൻ പൈപ്പുകൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടു എന്നല്ലാതെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പിന്നീട് പൈപ്പുകൾ ദേശീയപാത അധികൃതർ തന്നെ തിരിച്ചു കൊണ്ടുപോകുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. നാളിതുവരെയായിട്ടും ഈ ദുരിതത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കി വളർത്തിയെടുക്കുന്നതിൽ മാധ്യമപ്രവർത്തകർ വഹിച്ചത് നിസ്തുലമായ പ്രവർത്തനമാണെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. പാലക്കാട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുസമൂഹത്തെ ശരിയായ രീതിയിൽ മുന്നോട്ടു നയിക്കുന്നതിൽ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിനെ ശരിയായ വിധം മുന്നോട്ടു നയിക്കാൻ ചാലകശക്തിയായി നിലകൊണ്ട മാധ്യമപ്രവർത്തകർ നിരവധിയാണ്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ജനാധിപത്യത്തിന്റെ 4ാം തൂണായി മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് പത്രപ്രവർത്തകരാണ്. ഒരുപാട് പേരുടെ സംഭാവന നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ, സമൂഹത്തിന് നന്മ ചെയ്യുന്നതിൽ, ഭരണാധികാരികളെ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിന്റെ ഭരണം ഇതുപോലെ മാതൃകാപരമായിട്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നതിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ച ഒട്ടനവധി പേരുടെ പ്രയത്നമാണ് ഈ ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്നത്. സമൂഹത്തിൽ തിരുത്തൽ ശക്തിയായി യഥാർത്ഥത്തിൽ 4ാം തൂണായി പ്രവർത്തിച്ച് മാതൃക കാണിച്ചത് കേരളത്തിലെ പത്രപ്രവർത്തകരാണ്. എനിക്ക് വളരെയധികം താല്പര്യമുള്ള വിഷയമാണ് അറിയാനുള്ള അവകാശം മറ്റുള്ളവർക്ക്, അതുപോലെ അവരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക്, അതുപോലെ തെറ്റായ രീതികൾ, അനീതികൾ നടക്കുമ്പോൾ അതിലൊക്കെ ഇടപെടുക. അന്ന് ചെറുപ്പക്കാരനുകൊണ്ട് ജഗദീഷ് പറമ്പുണ്ടെങ്കിൽ ഒരുപാട് എഴുതിയിട്ട് ചരിത്രം സൃഷ്ടിച്ചുള്ള ആളാണ്. പാലക്കാട് ഗസാല ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ അബ്ബാസ് ഇടപ്പള്ളി നഗറിൽ നടന്ന സമ്മേളനത്തിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷനായി. സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിന് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയ ആശംസാ സന്ദേശം സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി KC സ്മിജൻ വായിച്ചു. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി എക്കാലവും പ്രവർത്തിക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സിൽവർ ജൂബിലി ആഘോഷം സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കി തീർക്കട്ടെയെന്ന് മുഖ്യമന്ത്രി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. കേരള ജേർണലിസ്റ്റ് വെൽഫെയർ ട്രസ്റ്റ് പ്രഖ്യാപനം പാലക്കാട് നഗരസഭാ ചെയർമാൻ P. സ്മിതേഷ് നിർവഹിച്ചു. യൂണിയൻ സ്ഥാപക ജനറൽ സെക്രട്ടറി S. ജഗദീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. രവി രാജുവിന് KJU സിൽവർ ജൂബിലി അവാർഡ് MP സമ്മാനിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ, KJU ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ്, സംസ്ഥാന ട്രഷറർ EP രാജീവ്, ഭാരവാഹികളായ സനൽ അടൂർ, പ്രകാശൻ പയ്യന്നൂർ, പ്രമോദ് കുമാർ, ആഷിഖ് മണിയംകുളം, M. സുജേഷ്, ബിജോയ് പെരുമാട്ടിൽ, ബിജു ലോട്ടസ്, ബോബൻ B. കിഴക്കേത്തറ, വാഹിദ് കറ്റാനം, ആശ കുട്ടപ്പൻ, TV ശിവദാസ്, ഷിബു ജോൺ, C. രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത പെരുമ്പിലാവിൽ കാറിടിച്ച് കാട്ടുപന്നി ചത്തു. അൻസാർ സ്കൂളിന് മുന്നിലാണ് ഞായറാഴ്ച പുലർച്ചെ റോഡിന് കുറുകെ ഓടിയ കാട്ടുപന്നിയെ കാറിടിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പന്നി ചത്തു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറിയാതിരുന്നതിനാൽ അപകടമൊഴിവായി. സംസ്ഥാന പാതയോരത്തും പരിസര പ്രദേശങ്ങളിലും കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും വാഹനങ്ങൾക്ക് കുറുകെ ചാടി അപകടമുണ്ടാക്കുന്നതും പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതർ ഇടപെട്ട് കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കാലവർഷത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും നഗരശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമുള്ള ചാവക്കാട് നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ നിർവഹിച്ചു. ആദ്യഘട്ടമായി ചാവക്കാട് പഴയപാലം പരിസരവും പോലീസ് സ്റ്റേഷൻ, നഗരസഭ, താലൂക്ക് ആശുപത്രി എന്നീ സ്ഥലങ്ങൾ ശുചീകരിച്ചു. വരും ദിവസങ്ങളിൽ യജ്ഞത്തിന്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും വിപുലമായ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. പൊതുജന പങ്കാളിത്തത്തോടെ നടന്ന ശുചീകരണ പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. യതീന്ദ്രദാസ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രഞ്ജിത് കുമാർ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ B. ദിലീപ് എന്നിവർ പങ്കെടുത്തു.
കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർ, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, താലൂക്ക് ആശുപത്രി ജീവനക്കാർ, നാട്ടുകാർ, നഗരസഭ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവരും യജ്ഞത്തിൽ സജീവമായി പങ്കാളികളായി. മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾ തങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. പഴഞ്ഞി അടയ്ക്ക വിപണന കേന്ദ്രത്തിന്റെ അരമതിൽ പൊളിച്ചുമാറ്റി. കേന്ദ്രത്തിന്റെ നിർമ്മാണം മതിയായ രേഖകൾ ഇല്ലാതെയും കെട്ടിടം അനധികൃതമായിട്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി BJP പ്രവർത്തകർ പഞ്ചായത്തിൽ പരാതി നൽകുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് കെട്ടിടമുടമയ്ക്ക് അരമതിൽ പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയത്. എന്നാൽ മാർക്കറ്റിനുള്ളിലേക്ക് തെരുവുനായ്ക്കൾ കയറാതിരിക്കാൻ മാത്രമായി നിർമ്മിച്ചതാണ് അരമതിലെന്ന് കെട്ടിടമുടമ പറഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് നിർദ്ദേശാനുസരണം അരമതിൽ പൊളിച്ചുമാറ്റുകയും ചെയ്തു. ചാലിശ്ശേരിയിൽ വിരമിക്കുന്ന SI-മാർക്ക് ജാഗ്രതാ സമിതി സ്നേഹയാത്രയയപ്പും ആദരവും നൽകി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായ T. അരവിന്ദാക്ഷൻ, N. ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് ചാലിശ്ശേരി ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച യാത്രയയപ്പ് നൽകിയത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ MN ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ജാഗ്രതാ സമിതി അംഗം MK ബഷീർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് ഓഫീസർ T. അരവിന്ദാക്ഷൻ, SI N. ജ്യോതിപ്രകാശ് എന്നിവർക്ക് ജാഗ്രതാ സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ഭാസ്കരൻ, TP സക്കീർ, CM സജീവൻ, മോഹൻ മഞ്ചേരി, സുനിത, സെയ്ദ് മെൽക്കോ എന്നിവർ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ASI KA രാമകൃഷ്ണൻ, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ASI NK രാജീവ്, സ്റ്റേഷൻ ASI-മാരായ ജനാർദ്ദനൻ, N. പ്രമോദ്, CPO PS രഞ്ജിത്ത്, ബീറ്റ് ഓഫീസർ അബ്ദുൾ കരീം, ജാഗ്രതാ സമിതി അംഗം MP കബീർ, കാവ്യ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി അംഗങ്ങളായ TP സക്കീർ സ്വാഗതവും ഹമീദ് തുറക്കൽ നന്ദിയും പറഞ്ഞു. SI-മാരായ T. അരവിന്ദാക്ഷൻ, N. ജ്യോതിപ്രകാശ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് സ്നേഹവിരുന്നും ഗ്രൂപ്പ് ഫോട്ടോയും സംഘടിപ്പിച്ചു. പരിപാടിക്ക് ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, സുനിത, നൌഷാദ്, ബേബി മേക്കാട്ടുകുളം, എഡ്വി, മുരളി, സുരേഷ്, ഹാരിസ്, AC ഗീവർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ 1ാം വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷനായി. പ്രശസ്ത സിനിമാ താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ്, വാർഡ് മെമ്പർ KV ഷൈബു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ VC ബിനോജ്, കൺവീനർ വിമലേഷ് കുമാർ, പ്രവീൺ മേലെപുരയ്ക്കൽ, ശ്യാമ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നാടകവും അരങ്ങേറി. വാർഷികാഘോഷത്തിന്റെ മുന്നോടിയായി വിവിധ കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കാർഷിക സംരംഭമായ പുലരി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചു. സംരംഭത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സനിൽ കുന്നത്തുള്ളി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയമ്പറമ്പിൽ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് K. ദീപക് എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂലക്കോല, DPM ദീപ, CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, ബ്ലോക്ക് കോർഡിനേറ്റർ നയനാദാസ്, അഞ്ജന ദീപക്, ധന്യ ബാബു, CRP-മാർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, CDS അംഗങ്ങൾ, JLG ഗ്രൂപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യത്തോടെ 5ാം വാർഡിലെ JLG ഗ്രൂപ്പുകൾ ചേർന്നാണ് പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. തയ്യൂർ നിത്യസഹായ ദൈവാലയത്തിൽ AKCC സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു.
തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് AL വർഗീസ് അധ്യക്ഷനായി. ബ്രദർ ഷലാൽ ചിരിയങ്കണ്ടത്ത്, ഡോക്ടർ യു വിഷ്ണു, സെക്രട്ടറി ഫ്രാൻസിസ് പേരാമംഗലം, ട്രഷറർ CO സൈമൺ, ഷാലി തോമസ്, ആനി ചാക്കുണ്ണി, PC സെബാസ്റ്റ്യൻ, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90-ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കലും കലാസാംസ്കാരിക പരിപാടികളും നടന്നു. കേരളീയ സമൂഹം നമ്മൾ വളരെ പ്രബുദ്ധരാണെങ്കിൽ പോലും നമുക്കറിയാം പലതരത്തിലുള്ള വിഭാഗങ്ങളായിട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള, ജാതിയുടെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാമ്പത്തിക, സാമുദായിക പലതരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹമാണ്. മറ്റു പല സമൂഹങ്ങളെ പോലെ തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ നിയന്ത്രിക്കുകയും നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രാചീനമായിട്ടുള്ള, ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അബദ്ധമായെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ തന്നെ നമ്മളെല്ലാവരും പലതരത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. മനുഷ്യർ എന്നുള്ള നിലയിലുള്ള നമുക്ക് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ഇടമുണ്ടാവുക, ആ ഒരു സ്പേസാണ്, ആ ഒരു ഇടമാണ് വായനശാലകൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B സുധീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ പ്രതിഭകളെ ആദരിച്ചു. കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ, പഞ്ചായത്ത് മെമ്പർമാരായ ഷാജി വർഗീസ്, ആനി ടീച്ചർ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, വായനശാല വൈസ് പ്രസിഡന്റ് MK വർഗീസ്, എക്സിക്യൂട്ടീവ് അംഗം ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു. സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകൻ മേജർ ജോസഫ്, സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ PH അഷ്റഫ്, യോഗാധ്യാപിക രജിത, കേശവൻ പാറയിൽ, എക്സ് ഡ്രൈവർ ഷെഫീദ്, ലൈബ്രറിയൻ ബിന്ദു മണികണ്ഠൻ എന്നിവരെ ആദരിച്ചു. SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വായനശാല കുടുംബാംഗങ്ങളുടെ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EN സുരേഷ് ബാബു, PB ഭവ്യ, EN സതീഷ് ബാബു, അനില സോമൻ, PM മുഹമ്മദ് സലീം, AS രവീന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോകമെമ്പാടുമുള്ള സുറിയാനി ക്രിസ്ത്യാനികൾ പെന്തിക്കോസ്തി പെരുന്നാൾ ഞായറാഴ്ച ആചരിച്ചു. ഈസ്റ്റർ കഴിഞ്ഞ് 50-ാം ദിവസമാണ് പെന്തിക്കോസ്തി പെരുന്നാൾ. ഓർത്തഡോക്സ് പള്ളികളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർക്കായുള്ള 3 പ്രത്യേക പ്രാർത്ഥനകൾ ഉൾപ്പെട്ട ദീർഘമായ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ വികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പെന്തിക്കോസ്തി പെരുന്നാളിന്റെ പ്രത്യേക ശുശ്രൂഷയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ദിവംഗതനായ ഫാദർ ജോസഫ് കാക്കശ്ശേരി കോർ എപ്പിസ്കോപ്പയുടെ ഓർമ്മയ്ക്കായി പ്രത്യേക ധൂപാർപ്പണം നടത്തി. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി തോട്ടുപുറത്ത് ഉണ്ണിയാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഇന്ന് രാവിലെയാണ് പെരുന്തുരുത്തിയിലെ കടയ്ക്ക് മുമ്പിൽ മൃതദേഹം കണ്ടത്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം വൈകിട്ട് പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. പരേതയായ സതി ഭാര്യയും രേഖ, അഭിനവ് എന്നിവർ മക്കളുമാണ്. സ്വർണ്ണത്തൊഴിലാളി പരസ്പര സഹായ സമിതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെമ്പർമാരുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CN സതീശൻ അധ്യക്ഷനായി. സെക്രട്ടറി PK ഷൈജു, ട്രഷറർ MS വിഷ്ണു ഭാരതീയൻ, മെമ്പർമാരായ AB മണികണ്ഠൻ, NB രമേശ്, സുകേഷ് എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി സ്വദേശിയും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ എഴുതിയ ലോങ് ബെൽ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. 40ഓളം സ്കൂൾ അനുഭവ കഥകളാണ് പുസ്തകത്തിലുള്ളത്. എറണാകുളത്ത് നടന്ന യോഗത്തിൽ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഡോക്ടർ ജോർജ് മേനാച്ചേരിക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടൺ, യൂത്ത് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡിറ്റോ കുള, ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി, ബേബി മൂക്കൻ, പ്രൊഫസർ VA വർഗീസ്, ഡോക്ടർ ചെറിയാൻ കൂനിയൻ തോടത്ത്, KK രാമചന്ദ്ര പുലവർ എന്നിവർ പ്രസംഗിച്ചു. മറ്റം പന്നിശ്ശേരി ഗ്രൂപ്പ് ഫാമിംഗ് പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗം മെയ് 26 ചൊവ്വാഴ്ച നടക്കും. കണ്ടാണശ്ശേരി കൃഷി ഓഫീസ് പരിസരത്ത് ചേരുന്ന യോഗത്തിന് കണ്ടാണശ്ശേരി കൃഷി ഓഫീസർ അധ്യക്ഷത വഹിക്കും.
എല്ലാ കർഷകരും യോഗത്തിന് എത്തിച്ചേരണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ചരമം പഴഞ്ഞി ന്യൂ ഐനൂർ റോഡിൽ ചെറുവത്തൂർ വീട്ടിൽ ലില്ലി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. കൊച്ചു ഭർത്താവാണ് ജോയ് ജോൺസൺ. ജോളി, ജോണി, ജോബി എന്നിവർ മക്കളാണ്. മറ്റം തലക്കോട്ടൂർ സെബാസ്റ്റ്യൻ ഭാര്യ മാഗി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടത്തും. സൂരജ്, ചാന്ദിനി എന്നിവർ മക്കളാണ്. കേച്ചേരി അരീക്കര പരേതനായ പ്രഭാകരൻ മകൻ രംബുദാസ് നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പ മാതാവും സുബിത ഭാര്യയുമാണ്. ദേവിക, ദയന എന്നിവർ മക്കളാണ്. തൈക്കാട് നെന്മിനി ചേറാടി കുമാരൻ മകൻ ബിനോജ് നിര്യാതനായി. 44 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. അദ്വൈത് മകനും ഷനോജ്, മനോജ് എന്നിവർ സഹോദരങ്ങളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കെ കരുണാകരനു ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ആദ്യ കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ. ജനസാഗരത്തെ സാക്ഷിയാക്കി മുഖ്യമന്ത്രിയുടെ ക്ഷേത്ര ദർശനം. പെണ്ണത്തുലാഭാരവും തൃപ്രയാറിലെ മീനൂട്ടും വഴിപാടുകൾക്കും പുറമെ സതീശനായി കോൺഗ്രസ് നേതാവിന്റെ ശയന പ്രദക്ഷിണവും. മന്ത്രി അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ വലിയ നിര. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ ശക്തമായ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്നും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും KC വേണുഗോപാൽ. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. പാർട്ടിയിലെ വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തെയും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും മണ്ഡലം കമ്മിറ്റി നേതൃത്വം സംരക്ഷിക്കുകയാണെന്നാരോപിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണ് അപകടം. മരക്കൊമ്പ് കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത് ഡാഷ്ബോർഡിൽ തറച്ചുകയറി. കാറിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേഖലയിൽ റോഡിന്റെ വശങ്ങളിലുള്ള കൂറ്റൻ പാഴ്മരങ്ങൾ വലിയ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.